ഗ്രീൻ ട്യൂബിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ തൃശ്ശൂർ ജില്ലയിലെ മണലൂരിൽ കഴിഞ്ഞ 12 വർഷത്തിലധികമായി വളരെ വിജയകരമായി ഓർക്കിഡ് കൃഷി നടത്തുന്ന CJ വർക്കി ആൻസി ദമ്പതികളെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. പുതിയതായി ഓർക്കിഡ് കൃഷി രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും ആദ്യമായി ഓർക്കിഡ് ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ആദ്യകാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും മാർഗനിർദ്ദേശങ്ങൾ തങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവർക്ക് നൽകാനുണ്ട്. അക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയിനായിട്ട് ഡെൻഡ്രോബിയം എന്ന് പറയുന്ന സാധാരണ വെറൈറ്റി, അതിൻ്റെ ചെറിയ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. ഒരു 100 രൂപ തൊട്ടുള്ളത് തൈകൾ കിട്ടും. അപ്പോൾ അത് നമുക്കൊരു 10 എണ്ണം വാങ്ങിച്ച് വെച്ചാൽ അത് വല്ലാണ്ട് ശ്രദ്ധിക്കണ്ട. ഭയങ്കര വെയിൽ കൊള്ളാതെ നോക്കിയാൽ മതി. പിന്നെ ഈ പറഞ്ഞ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ നന്നായിട്ട് നനയ്ക്കുക. പിന്നെ വളം അടിക്കാൻ പറ്റുമെങ്കിൽ വളം അടിക്കുക. അപ്പോൾ ഫ്ലവർ വേഗം വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഡെൻഡ്രോബിയം അത്ര വേഗം ചീത്തയാവില്ല. അങ്ങനെ പെട്ടെന്ന് വാടിപ്പോണൊരു സാധനമല്ല അത്. അപ്പോൾ ഡെൻഡ്രോബിയത്തിന് തുടങ്ങിയിട്ടൊരു 6 മാസം കഴിയുമ്പോഴാണ് അവൻ അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്കൊക്കെ പോകണ്ടു. പിന്നെ വെച്ചാൽ കോസ്റ്റ് വൈസും ബാക്കിയുള്ള പലതും ഭയങ്കര വിലയാണ്. ഇപ്പോൾ മൊക്കാറോ എന്ന് പറഞ്ഞ സാധനം അത്ര ചീത്തയാവുന്ന സാധനമല്ല. പക്ഷേ അതിന് വില കൂടുതലാണ്. 350 രൂപ ഒരു ടോപ്പ് കട്ടിങ്ങിന് വരും. അപ്പോൾ ആ 350 രൂപ പെട്ടെന്ന് എടുക്കണ്ടേ. ഇതാകുമ്പോൾ 100 രൂപയാണെങ്കിൽ 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം കിട്ടും ഡെൻഡ്രോബിയം. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങുകാർക്ക് എപ്പോഴും ഡെൻഡ്രോബിയം തൈകൾ വാങ്ങിച്ച് വളർത്തുക തന്നെയാണ് നല്ലത്. ഈ വീട്ടമ്മമാരെ പോലുള്ളവർ, കുടുംബിനികൾ, അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ റിട്ടയർഡ് ഹാൻഡ്സ്, ഇങ്ങനെയുള്ളവർ ഇതൊരു ഒന്നൊരു ടൈം പാസ്, അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിലും കൂടി കണക്കാക്കിയിട്ട് ഈ ഓർക്കിഡ് പരിപാലനം, ഓർക്കിഡ് കൃഷി എന്നുള്ള രീതിയിലേക്ക് തിരിയുകയാണെങ്കിൽ അത് എത്രമാത്രം നമുക്കൊരു പ്രതീക്ഷയുള്ള, എത്രമാത്രം ഒരു ഹോപ്പ്ഫുള്ളാണത്? അല്ല, ആദ്യം പറഞ്ഞ കാര്യം 100% നടക്കും. നമ്മുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, പിന്നെ നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ്, പിന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ 2 ചെടി പരിചരിക്കുക എന്നുള്ളത് സന്തോഷം തന്നെയാണ്. പക്ഷെ അതിനൊരു റിയൽ ടേസ്റ്റ് വേണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ടേസ്റ്റ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതാണ് ഇതിൽ 85%. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണെങ്കിൽ നമ്മൾ പ്യുവർലി ബിസിനസ്സുകാരനായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇൻട്രസ്റ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പോകേണ്ടി വരും. എന്നാലേ അതിൽ നിന്നൊരു പ്രോഫിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ സെയിൽസ് ഉണ്ടായിരുന്നില്ല. പിന്നെ പലരും ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ നമുക്കത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമുക്ക് കോസ്റ്റ് വൈസ് പറ്റില്ല. അപ്പോഴാണ് പിന്നെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം തന്നെ നമ്മൾ വല്ലാണ്ട് പ്ലാന്റുകൾ ഡിവൈഡ് ചെയ്യാമെന്ന് പറയും. പല സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത്ര ഇതിലേക്ക് കടന്നാൽ പിന്നെ നമ്മൾ ആ ഡിവൈഡിങ്ങിൻ്റെ ലിമിറ്റ് കുറയ്ക്കും. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങൾ വരും. മാക്സിമം ഇപ്പോൾ വലിയൊരു പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി കുറച്ച് നാൾ സെറ്റിൽ ചെയ്യിച്ച് നിർത്തി കൊടുക്കാം. നേരെ മറിച്ച് അത് 8ഉം 10ഉമായിട്ട് ഡിവൈഡ് ചെയ്താൽ പ്ലാന്റിൻ്റെ ലൈഫ് കഴിയും. അപ്പോൾ അത് കാരണം പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആകുമ്പോൾ നമ്മൾ തനി പ്യുവർലി ബിസിനസ്മാൻ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച് 100 രൂപയ്ക്ക് വാങ്ങിച്ച് 150 രൂപയ്ക്ക് കൊടുക്കുക എന്നുള്ള ഒരു അല്ലെങ്കിൽ 125 രൂപയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മിയർ മാർജിൻ എടുത്തിട്ട് കൊടുക്കുക. അങ്ങനെ മാത്രമാണെങ്കിൽ അപ്പോൾ നമുക്ക് മറ്റേ ടേസ്റ്റ് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആ ഒരു മെൻ്റൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ, അത് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. അത് കീപ്പപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ തനി ബിസിനസ്സായി. അവിടെയാണ് അതിലൊരു വ്യത്യാസം.
ആദ്യമായിട്ട് ഡെൻഡ്രോബിയത്തിന് ഏത് പ്ലാന്റിനായാലും വെയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് മെയിൻ ആവശ്യം. ഡയറക്റ്റ് സൺലൈറ്റ് പെട്ടെന്ന് കൊണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിപ്പോൾ ഈ മൊക്കാറൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ആവശ്യമുള്ളതാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്നത് കട്ട് ചെയ്ത് കൊണ്ടുവച്ചാൽ അത് ഇല പൊള്ളി നാശമാവും. അപ്പോൾ അതിന് പകരം ഗ്രാജുവലായിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. 2 ചീച്ചൽ രോഗമാണ് മെയിൻ ഓർക്കിഡിന് വരുന്ന വലിയൊരു അസുഖം. കട ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ തണ്ട് ചെയ്യുക. വെള്ളമതിയായിട്ടല്ല, അത് ഫംഗൽ അറ്റാക്കാണ്, ഫംഗസിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. പിന്നെ അതെന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ അതിൽ പല അസുഖങ്ങളുള്ളതുണ്ടാവാം, അത് നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ ആ ചീച്ചൽ രോഗം വൺസ് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡോസ് ഫംഗിസൈഡ് കൊടുക്കണം. ഈ ചീച്ചൽ രോഗത്തിനുള്ള മരുന്നുകളുണ്ട്, കണ്ടമാനം, മാംഗോ സബ് ആ ഒരു വെറൈറ്റിയിലുള്ളത്. അപ്പോൾ അത് നമ്മളൊക്കെ വെച്ചാൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും ഒന്ന് സ്പ്രേ ചെയ്യും. എന്നിട്ടും നമുക്ക് ഇപ്പോൾ ഈ കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ ഈ മഴക്കാലം കണ്ടമാനം പിടിച്ചപ്പോൾ നമ്മുടെ ഒരു 10-50 പ്ലാന്റ് ഫംഗൽ അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓരോന്നും കണ്ടുപിടിച്ച് അപ്പോൾ അതിനെ വൃത്തിയാക്കി കഴുകി, ഡെറ്റോളിട്ട് കഴുകാമെന്ന് പറയില്ല, എന്നാലും ഡെറ്റോൾ ഇടാൻ പറ്റില്ല, വൃത്തിയായിട്ട് കഴുകി ഫംഗിസൈഡ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അത് നമ്മൾ സെപ്പറേറ്റാക്കി മാറ്റിയിടും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, വേറൊരു സിക്ക് റൂം പോലെ സൂക്കേടുള്ളവരൊക്കെ ഒരു സ്ഥലത്താക്കും. അത് കഴിഞ്ഞ് ഓരോ ദിവസം ചെന്ന് നോക്കും, അതുമ്പോൾ പിന്നെയും അത് ഫംഗസ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വാഷ് ചെയ്ത് ഫംഗൽ പറ്റുന്ന. പിന്നെ ഈ മുട്ട് കരിച്ചിലും മുട്ട് കുത്തിപ്പോവാന്ന് പറയും, പൂവ് വരുമ്പോൾ. അതാണ് പിന്നത്തെ ഒരു ബുദ്ധിമുട്ട് വരിക. അതിന് ഏതെങ്കിലും ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യാൻ വേണം, അല്ലാതെ വേറെ വഴികളൊന്നുമില്ല. പിന്നെ വളത്തിൻ്റെ സൈഡാണ് പിന്നെ നോക്കേണ്ടത്. അത് റെഗുലറായിട്ട് ചെയ്താൽ തന്നെ റെഗുലറായിട്ട് ഫ്ലവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാനൊക്കെ വെച്ചാൽ മഴക്കാലം അല്ലെങ്കിൽ നന്നായിട്ട് ജൈവ വളം കൊടുക്കും. പശുമൂത്രം, കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചത്, പിന്നെ ചാണകം കലക്കി വെച്ച് അതിൻ്റെ തെളി. അപ്പോൾ അത് 3 നന്നായിട്ട് ചെയ്യും. പക്ഷേ വർഷക്കാലത്ത് ചെയ്താൽ അതിൽ നിന്ന് ഫംഗസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തിയറട്ടിക്കലായിട്ട് എന്ത് ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് അങ്ങനെയാണ് അനുഭവം. വർഷക്കാലത്ത് അത് ചെയ്താൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് കാരണം ഞാൻ വർഷക്കാലത്ത് അത് മുതൽ ചെയ്യാറില്ല. വേനൽക്കാലത്ത് അത് അടിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ ഷേപ്പ് തന്നെ മാറും, അത്ര ഗ്രോത്തായിരിക്കും. പിന്നെ ഫ്ലവറിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ NPK തന്നെ കൊടുക്കണം. എന്നുവെച്ചാൽ ഇംഗ്ലീഷ് വളം അത് കൊടുത്താൽ തന്നെ ഫ്ലവർ പുറത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ചെടി നന്നായി നിന്നതുകൊണ്ട് നമുക്ക് നെറ്റ് എഫക്റ്റ് ഇല്ലല്ലോ. വാഴ നന്നായിട്ട് കാര്യമില്ല, കൊല നന്നാവണം, എന്നാലേ നമുക്ക് കാര്യം. അതേപോലെ തന്നെ പൂവ് നന്നായാലല്ലേ ഇതിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ അത് കാരണം അതിന് ഇംഗ്ലീഷ് വളം തന്നെ എൻ്റെ അനുഭവം. ഇത് തിയറട്ടിക്കലായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പല കോമ്പിനേഷൻസ് ഉണ്ട്. NPK എന്ന് പറഞ്ഞാൽ ഈ പണ്ടത്തെ 17-17-17ൻ്റെ കണ്ടമാനം കോമ്പിനേഷൻസ് വാട്ടർ സോല്യൂബിളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ചില കമ്പനിക്കാർ നേരിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇന്ന മരുന്ന് നിങ്ങളൊന്ന് അടിച്ചു നോക്ക്, അടിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് പറയും. അങ്ങനെ വന്ന് പറയുന്നവരുണ്ട്. വൻ കമ്പനിക്കാരല്ല എന്നിരുന്നാലും, പക്ഷേ അവരുടെയൊക്കെ ചിലത് വളരെ നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ കോസ്റ്റ് വൈസൊക്കെ കുറേശ്ശെ കൂടുതലാണ് അതൊക്കെ. എന്നിരുന്നാലും നമുക്ക് മന്ത്ലി ഒരു 2 പ്രാവശ്യം അപ്ലൈ ചെയ്യാം.
തൈകൾ വരുന്നത് മെയിനായിട്ട് ഡെൻഡ്രോബിയത്തിന് തൈകൾ വരാം, പിന്നെ ഡാൻസിങ്ങുകൾ എന്ന് പറയുന്ന പ്ലാന്റിനും തൈകൾ വരാം, കാറ്റ്ലിയ എന്നുള്ളതിനും തൈകൾ വരാം. തൈകളല്ല ശരിക്കും വരുന്നത്, പുതിയ ഷൂട്ടുകൾ. അപ്പോൾ അത് നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെയൊക്കെ ഷൂട്ട് നമുക്ക് കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ താഴത്തുനിന്ന് വേര് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സമയം അനുസരിച്ച് അത് അടർത്തിയെടുത്താൽ വയ്ക്കാം, അടുത്ത് പുതിയ പ്ലാന്റായിട്ട് വയ്ക്കാം. പിന്നെ ഓൺസീഡിയം എന്ന് വെച്ചാൽ ഇത് പുതിയ ഇതാകുമ്പോൾ പ്ലാന്റ് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയും. വല്ലാണ്ട് വലുത് ഷൂട്ട്സ് പുതിയത് വന്നു കഴിഞ്ഞാൽ അവനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ചട്ടിയിലാക്കുക, അങ്ങനെയാണ് വരുന്നത്. അത് ഫെലനോപ്സിസ് അങ്ങനത്തെ ഐറ്റംസിനൊന്നും നമുക്ക് തൈകൾ കിട്ടില്ല. പിന്നെ മൊക്കാറോ ടെറസ്ട്രിയൽ വേണ്ട എന്നുള്ളതിന് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ മോൾ വശം ടോപ്പ് കട്ട് ചെയ്യാന്ന് പറയും, ടോപ്പ് കട്ടിങ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്ലാന്റായിട്ട് ഉപയോഗിക്കാം. താഴെ ഇരിക്കുന്ന ബാക്കി പ്ലാന്റിൽ നിന്ന് പുതിയ ഷൂട്ടുകൾ വരും. അപ്പോൾ അത് സ്ലോലി വരുള്ളൂ. അപ്പോൾ അതും ഇതേപോലെ വലുതായി കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് വേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യാം. മെയിനായിട്ട് ഡെൻഡ്രോബിയം, ഓൺസീഡിയം. കാറ്റ്ലിൻ ഇതേപോലെ വലിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് അത് ഷൂട്ടുകൾ കൂടി ചട്ടി നിറയുമ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് 2ആക്കി വയ്ക്കാം. അല്ലാതെ പ്രത്യേകിച്ച് അതിനൊരു തൈ ഉണ്ടാവുക എന്നുള്ളൊരു സിസ്റ്റം ഇല്ല പൊതുവിൽ. പിന്നെ ബാസ്ക്കറ്റ് വാണ്ടയ്ക്കൊന്നും അങ്ങനെ വളരെ വിഷമത്തിൽ തന്നെ സൈഡിൽ നിന്ന് സക്കേഴ്സ് വരുള്ളൂ. അപ്പോൾ അത് ഒന്നത് വലുതായി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ അതൊന്നും മദർ പ്ലാന്റിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് എത്താൻ കുറച്ച് സമയമെടുക്കും. അതാണ് അധികം ഇമ്പോർട്ട് ചെയ്ത് വരികയാണ്. അത് ഇപ്പോൾ കേരളത്തിൽ തന്നെ വേണമെങ്കിൽ ഒരു 5-8 ഇമ്പോർട്ടേഴ്സ് ഉണ്ട്, ഓർക്കിഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ നേരത്തെ സംസാരിച്ച് വെക്കും, ഇന്ന പ്ലാന്റ് ഇറക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 100 വേണം അല്ലെങ്കിൽ 50 വേണം, ഇന്നത് വേണം. അപ്പോൾ അങ്ങനെ അപ്പോൾ അവരും ഇങ്ങോട്ട് ചോദിക്കും, പറയട്ടെ എന്നെ ദിവസം വരുന്നുണ്ട്, അപ്പോൾ അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ പോയി സെലക്ട് ചെയ്തെടുക്കും. അപ്പോൾ അത് ചെറിയ തൈകളായിട്ടുള്ളത് ഉണ്ടാവും, ജസ്റ്റ് ഫ്ലവറിങ് സമയമായത്, ഫ്ലവർ ചെയ്തിട്ടുണ്ടാവില്ല, ആ നിയർ ടു ബ്ലൂം എന്നാണ് അതിന് പറയുക, പൂവ് ആവാറായത്, പിന്നെ പൂവുള്ളത്. അപ്പോൾ അങ്ങനെ 3 വെറൈറ്റി അവർ ഇറക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുക്കും.